അപ്പം ഇതിങ്ങനെ അലിയിപ്പിച്ചിട്ട് ഇതാ ഇതിങ്ങനെ ബീഫും ബോട്ടിയും കപ്പയും ആ ഗ്രേവിയും അതും നാല് ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മജീദ് ഖാൻ്റെ ബീഫ് കടയിലേക്കാണ്. അപ്പം പുൽപ്പള്ളി പോകുന്ന വഴിയാണ്. സീതാദേവി അമ്പലമല്ല, അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് മജീദ് ഖാൻ്റെ കട. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിലൊരു ബീഫ് ഭ്രാന്തനുള്ളതുകൊണ്ട് അവനെ നിരാശനാക്കില്ല എന്ന് കരുതാണ് നമുക്ക് മജീദ് ഖാൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പോകുന്ന വഴി അടിപൊളി വഴികളാണ്. ഇനിയല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള വഴികൾ അടിപൊളി വഴികളാണ്. ബന്ദിപ്പൂർ വനമേഖലയെ ബന്ധിപ്പിക്കുന്ന കാടിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് മജീദ് ഖാൻ്റെ കടയിലാണ്. മജീദ് ഖാൻ്റെ ബീഫ് ബോട്ടി. ഉണ്ണിയേട്ടാ, എന്ത് നമ്മൾ സുഹൃത്തുക്കളാട്ടോ. എങ്ങോട്ടാ? ഓഫീസിലേക്കാ? ആ, ഓക്കെ. കുറേ പരിചയക്കാരുണ്ട്. എൻ്റെ അമ്മ വീട് എവിടെയാണ്? അടുത്താണ്. നമ്മുടെ സുഹൃത്തുണ്ട് രാമൻ. അതാണ് രാമൻ. അപ്പം നമ്മൾ അതായത് ബീഫിൻ്റെ ഒരു വേറെ ലോകം എന്നാണ് പൊതുവെ വിശേഷിക്കപ്പെടുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, കണ്ടു നോക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാം. ഇവിടെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെറിയൊരു കടയാണ്, എന്നാൽ പോലും ഇവിടെ നല്ലൊരു തിരക്കുണ്ട്. നമുക്ക് നോക്കാം മജീദ് ഖാൻ്റെ ബീഫ്. നമ്മളിങ്ങനെ 9 മണിക്ക് തുടങ്ങി ചായ കുടിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു ബോട്ടിൻ്റെ കഷ്ണം എടുത്തേക്കുന്നത്, അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ഇതിനോടൊപ്പം ഇങ്ങനെ അരിപ്പിച്ച് കഴിക്കണം. അതായത് അതാണ് അതിൻ്റെ ഒരു ഇത്. അരിപ്പിച്ച് അതിനോടൊപ്പം ലേശം ഫിഷിൻ്റെ ഗ്രേവി, ഒരു പൊടിക്ക് ഫിഷിൻ്റെ ഗ്രേവി ആയിരിക്കും. ആ ഗ്രേവിയും കൂടെ കൂട്ടിയിട്ട് ഇതിങ്ങനെ അരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കപ്പയും ബോട്ടിയും ബീഫും എല്ലാം കൂടെ അരിയിപ്പിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ അരിയിപ്പിച്ചിട്ട് ഇതാ ഇതിങ്ങനെ ബീഫും ബോട്ടിയും കപ്പയും ആ ഗ്രേവിയും അതും നാല് ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെറുതെ അല്ല എത്ര ആൾക്കാർ ഇവിടെ വന്നേക്കുന്നത്.
സുഹൈൽ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, ഇതുപോലത്തെ ഒരു ബീഫ് വയനാട്ടിൽ എവിടെയും കഴിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല, കാരണം എൻ്റെ അമ്മ വീട് ഇവിടെ അടുത്താണ്, എനിക്കറിയാം. അപ്പോൾ നമുക്ക് സുഹൈലിൻ്റെ അഭിപ്രായത്തോടൊന്ന് ചോദിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഒന്നും പറയാനില്ല. ഞാൻ വയനാട്ടിൽ നിന്ന് കഴിച്ചു. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. അടിപൊളി ബീഫ്. അടിപൊളി ബീഫ് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബീഫ് കഴിച്ചിട്ടില്ല. അമ്മാരി ബീഫ്. അപ്പോൾ കോഴിക്കോട് നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ? കോഴിക്കോട് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കണമൊക്കെ, പക്ഷേ ഈ ഒരു പുറത്ത് നമ്മൾ കഴിക്കണ ഈ ഒരു ലെവല് എവിടെ എത്തിയിട്ടില്ല. അടിപൊളി ബീഫ്, ഒന്നും പറയാനില്ല. ഇത്രയും നല്ലൊരു ബീഫ് കഴിച്ചില്ല. പക്ഷേ പൊറോട്ടയും ബീഫും കൂടിയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ പൊറോട്ട ടൈമിങ് മാറിപ്പോയി, കുറച്ച് ടൈം മാറിപ്പോയി. പൊറോട്ടയും ബീഫായിരുന്നു കഴിച്ചത്. സൂപ്പർ.